നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ജില്ലയിലെ ആദ്യ സപ്ലൈകോ സിഗ്നേച്ചർ മാർട്ട് തിരുനക്കരയിൽ തുറന്നു. സപ്ലൈകോ ഇടപെടൽ വിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തിയെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. കാഞ്ഞിരപ്പള്ളി കോടതി സമുച്ചയത്തിന്റെ രണ്ടാം ഘട്ടം നാളെ സമർപ്പിക്കും. മുകൾ നിലകൾ, ലിഫ്റ്റ്, അഡീഷണൽ കോർട്ട് ഓഫീസ് റൂം ഇവ സജ്ജം. വിദ്യാർത്ഥികൾക്ക് 25-ന് കർമ്മ പദ്ധതികളുമായി ഏബിൾ കോട്ടയം പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. കോട്ടയം ജനറൽ ആശുപത്രിയിൽ ക്യാൻസർ വിഭാഗത്തിന് സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഓട്ടിസം കോംപ്ലക്സിനും തുക. പാലായിൽ വാക്കുതർക്കത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ കൊലപ്പെടുത്തി. ഷാജി കൊല്ലപ്പെട്ടത്, ഒപ്പം പണിയെടുക്കുന്ന ശ്യാമിന്റെ ചവിട്ടേറ്റ്. പ്രതി പോലീസ് പിടിയിൽ. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിലെ ആദ്യത്തെ സപ്ലൈകോ സിഗ്നേച്ചർ മാർട്ട് തുറന്നു. തിരുനക്കര മൈതാനത്തിന് എതിർവശത്തുള്ള ഹൈപ്പർ മാർക്കറ്റാണ് സിഗ്നേച്ചർ മാർട്ടായി ഉയർത്തിയത്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണിയിൽ സപ്ലൈകോയുടെ ഇടപെടൽ സഹായിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിതരണ ശൃംഖലയായ സപ്ലൈകോയുടെ ജില്ലയിലെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് കോട്ടയത്ത് തുറന്നു. നഗരത്തിൽ തിരുനക്കര മൈതാനത്തിന് എതിർവശത്തുള്ള ഹൈപ്പർ മാർക്കറ്റാണ് സിഗ്നേച്ചർ മാർട്ടായി ഉയർത്തിയത്. സംസ്ഥാനത്തെ സപ്ലൈകോയുടെ രണ്ടാമത്തെ സിഗ്നേച്ചർ മാർട്ടാണ് ഇത്. പ്രമുഖ കോർപ്പറേറ്റ് റീറ്റെയിൽ ശൃംഖലകളുടേതിന് സമാനമായ സൗകര്യങ്ങളുള്ള സിഗ്നേച്ചർ മാർട്ടിൽ സബ്സിഡി സാധനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും വിലക്കുറവുണ്ട്. ഡെവൺ, കിച്ചൺ ട്രഷേഴ്സ്, വിപ്രോ എന്നിവയുടെ സഹകരണത്തോടെയാണ് സിഗ്നേച്ചർ മാർട്ട് സജ്ജീകരിച്ചത്. ഈ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ പ്രത്യേകമായി ക്രമീകരിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇവയുൾപ്പെടെ വിലക്കിഴിവിൽ വാങ്ങാം. റേഷൻ കാർഡുമായി എത്തുന്നവർക്ക് സബ്സിഡി സാധനങ്ങളും ലഭിക്കും. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി GR അനിൽ ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സപ്ലൈകോയുടെ വിപണിയിലെ ഇടപെടൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കോട്ടയം ടൗണിൽ നമ്മുടെ മാർക്കറ്റ് സിഗ്നേച്ചർ മാർക്കറ്റ് എന്ന നിലയിലേക്ക് ഉയർത്തി ഏതൊരു സ്വകാര്യ മാളുകൾക്കും തത്തുല്യമാവുന്ന തരത്തിലേക്കുള്ള അന്തരീക്ഷം ഒരുക്കുവാനും എല്ലാ ഉൽപ്പന്നങ്ങളും യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന സാഹചര്യവും സൃഷ്ടിച്ചുകൊണ്ട് സിഗ്നേച്ചർ മാർട്ടിന്റെ പ്രവർത്തനം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. തിരുനക്കരയിൽ നടന്ന ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാധ്യക്ഷൻ MP സന്തോഷ് കുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. നടൻ ഇർഷാദ് അലി മുഖ്യാതിഥിയായിരുന്നു. നവീകരിച്ച സപ്ലൈകോ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ VM ജയകൃഷ്ണൻ, സപ്ലൈകോ ജനറൽ മാനേജർ MR ദീപു, റീജിയണൽ മാനേജർ B സജിനി, ജില്ലാ സപ്ലൈ ഓഫീസ് സീനിയർ സൂപ്രണ്ട് PK ഷൈനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി കോടതി സമുച്ചയത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. ഹൈക്കോടതി ജസ്റ്റിസ് TR രവി ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞിരപ്പള്ളി കോടതി സമുച്ചയത്തിന്റെ മുഖച്ഛായ മാറുന്നു. ആധുനിക രീതിയിൽ നവീകരിച്ച 2 കോടതികളുടെ ഉദ്ഘാടനം നാളെ നടക്കും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജിന്റെ ഇടപെടലുകളെ തുടർന്ന് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി 3,46,00,000 രൂപ ചെലവിൽ പുതിയ കെട്ടിടം പണിതിരുന്നു. പുതിയ കെട്ടിടത്തിന്റെ ആദ്യ 2 നിലകളുടെ നിർമ്മാണം 2013 പൂർത്തിയായത്. എന്നാൽ മുകളിലേക്കുള്ള നിലകൾ, ലിഫ്റ്റ്, ടാങ്ക് എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നില്ല. 2023 സർക്കാർ അനുവദിച്ച 5 കോടി രൂപ വിനിയോഗിച്ച് രണ്ടാം നിലയും അഡീഷണൽ കോർട്ട് ഓഫീസ് റൂം, റെക്കോർഡ് റൂം എന്നിവ പൂർത്തിയാക്കി. ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. രാവിലെ 9:30 കോടതിയിൽ നടക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് TR രവി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബിജോയും അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസും പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിലെ കോടതികളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കോടതികളാണ് കാഞ്ഞിരപ്പള്ളിയുള്ളത്. അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണ്. 1845 തൊട്ട് ഈ കോടതികളുടെ പ്രവർത്തനം ആരംഭിച്ചതായി ചില ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് കാഞ്ഞിരപ്പള്ളിയിൽ 3 കോടതികളാണുള്ളത്. 2 മജിസ്ട്രേറ്റ് കോടതി, 1 മുനിസിപ്പൽ കോടതിയാണ് പ്രവർത്തിക്കുന്നത്. ഈ കോടതിയുടെ നവീകരിക്കപ്പെട്ട 1ാം ഘട്ട കോടതികളുടെ ഉദ്ഘാടനം 2014 കാലഘട്ടത്തിലാണ് നടന്നത്. അന്ന് നമ്മുടെ ബഹുമാനായ ശ്രീ ജയരാജ് സാറിൻ്റെ ശ്രമഫലമായാണ് നമുക്ക് 2 നില കെട്ടിടത്തോടെ നമുക്ക് ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ട 2 കോടതി കെട്ടിടങ്ങളുണ്ടായി. നമുക്ക് 3 കോടതികൾ വളരെ നന്നായി ആ കോടതി കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും അതിനുശേഷം 2ാം ഘട്ടമായി 3ാം നിലയിൽ 2 ഏറ്റവും നവീകരിക്കപ്പെട്ട 2 കോടതി കെട്ടിടങ്ങളാണ് നമുക്ക് ഈ 21-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷനാകും. ജസ്റ്റിസ് S മനു മുഖ്യപ്രഭാഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
കോട്ടയം ജില്ലാ പഞ്ചായത്തിന് 157 കോടി രൂപയുടെ വാർഷിക ബജറ്റ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ ക്യാൻസർ ചികിത്സാ വിഭാഗത്തിൽ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിക്കാൻ 5 കോടി രൂപ അനുവദിച്ചു. ഉത്തരവാദിത്ത തെരുവ് നായ സംരക്ഷണത്തിന് 1 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലാ പഞ്ചായത്തിന് 157 കോടി 88,99,500 രൂപ വരവും 152 കോടി 53,44,750 രൂപ ചെലവും 5 കോടി 35,54,750 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റ് അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ഗുണമേന്മ വിദ്യാഭ്യാസത്തിനായി 25 കർമ്മ പദ്ധതികളുമായി ഏബിൾ കോട്ടയം 2ാം ഘട്ടത്തിന് 10 കോടി രൂപ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ ക്യാൻസർ ചികിത്സാ വിഭാഗത്തിൽ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിക്കാൻ 5 കോടി രൂപ, ഉത്തരവാദിത്ത തെരുവുനായ സംരക്ഷണത്തിന് 1 കോടി രൂപ, ഇലവിഴ പൂഞ്ചിറയിൽ പൂഞ്ചിറ വണ്ടർവാലി ടൂറിസം പദ്ധതിക്ക് 1 കോടി രൂപ എന്നിവയും പ്രഖ്യാപിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ കോട്ടയം ജനറൽ ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സാ വിഭാഗത്തിന് അത്യാധുനിക ചികിത്സാ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് പ്രാരംഭമായി 5 കോടി രൂപ വകയിരുത്തുന്നു. അടുത്ത തലത്തിലേക്ക് കുമരകത്തെ ടൂറിസം മേഖലയെ ഉയർത്തുവാൻ സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് 10 ലക്ഷം രൂപയും, കോഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഫാം ടൂറിസത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് 10 ലക്ഷം രൂപയും, കടുത്തുരുത്തി എഴുമാതുരത്തിലും തണ്ണീർമുക്കത്തും ടൂറിസം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ 5 ലക്ഷം രൂപയും, ജില്ലയുടെ മലയോര മേഖലയിൽ അഡ്വഞ്ചർ ടൂറിസത്തിന് സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ 10 ലക്ഷം രൂപയും വകയിരുത്തുന്നു. കുമരകത്തെ ടൂറിസം മാസ്റ്റർ പ്ലാനിന് 10 ലക്ഷം രൂപയും, ജില്ലാ കോഴ കൃഷിത്തോട്ടത്തിന്റെ ഫാം ടൂറിസം മാസ്റ്റർ പ്ലാനിന് 10 ലക്ഷം രൂപയും, മലയോര അഡ്വഞ്ചർ ടൂറിസം സമഗ്ര മാസ്റ്റർ പ്ലാനിന് 10 ലക്ഷം രൂപയും വകയിരുത്തി. പുതുപ്പള്ളിയിൽ വിഭാവനം ചെയ്യുന്ന ഉമ്മൻചാണ്ടി ഓട്ടിസം കോംപ്ലക്സിനും 2 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ മരണനിരക്ക് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രോഗനിർണയ ക്യാമ്പിനായി 50 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം ഫെസ്റ്റിവൽ 20 ലക്ഷം രൂപ, വാകത്താനത്ത് ഉണ്ണിനീലി സന്ദേശ പൈതൃക സ്മാരകം 60 ലക്ഷം രൂപ, നാടൻ പന്തുകളി കളിസ്ഥലങ്ങൾക്കും പ്രചരണത്തിനുമായി 50 ലക്ഷം രൂപ, ആശാപ്രവർത്തകർക്ക് വിവരശേഖരണത്തിന് ഡിജിറ്റൽ സംവിധാനം ഏർപ്പെടുത്താൻ 1 കോടി രൂപ, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണിയായുധങ്ങൾ ലഭ്യമാക്കാൻ 25 ലക്ഷം, അവയവദാന ശസ്ത്രക്രിയ നടത്തിയവർക്ക് മരുന്ന് ലഭ്യമാക്കുന്ന പുനർജനി പദ്ധതിക്കായി 30 ലക്ഷം രൂപ, സമഗ്ര വയോജന ആരോഗ്യ പരിരക്ഷാ പദ്ധതിക്കായി 45 ലക്ഷം രൂപ തുടങ്ങിയവയാണ് മറ്റ് പ്രധാന പദ്ധതികൾ. പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാക്ക് തർക്കത്തെ തുടർന്ന് പാലായിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ ചവിട്ടി കൊലപ്പെടുത്തി. തിരുവനന്തപുരം സ്വദേശി ഷാജിയാണ് മരിച്ചത്. ഇയാൾക്കൊപ്പം ജോലി ചെയ്തിരുന്ന ശ്യാം എന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാക്ക് തർക്കത്തെ തുടർന്ന് കൊലപാതകം. പാലാ മുരിക്കുംപുഴയിൽ വീണ്ടും കൊലപാതകം. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ തമ്മിലുള്ള വാക്ക് തർക്കത്തെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശിയായ ഷാജി കൊല്ലപ്പെട്ടു. ഒപ്പം താമസിച്ചിരുന്ന ശ്യാം എന്നയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. വാക്ക് തർക്കത്തെ തുടർന്ന് ശ്യാമിന്റെ ചവിട്ടേറ്റാണ് ഷാജി കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. ഷാജികുമാർ തിരുവനന്തപുരം സ്വദേശിയാണ്. ഈ നെടുമങ്ങാട് ആ ഭാഗത്താണ് വീട്. അപ്പോൾ അയാളും ഈ ഷാജിയുടെ കൂടെ പണിക്ക് വേറെ 4 പേരൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ശ്യാംകുമാറും ഷാജിയായിട്ടൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായെന്നാണ് വിറ്റ്നസ് പറയുന്നത്, തൊട്ട് കൂട്ടുള്ളവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഈ അയാൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ശ്യാംകുമാറിനെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്കഫിളുണ്ടായി. അപ്പോൾ തറയിൽ വീണ അയാൾ ചവിട്ടി. അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത് പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ബാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മരണകാരണം എന്താണെന്ന് അറിയാൻ കഴിയും. ഇവർ തമ്മിൽ മുൻപും വഴക്ക് പതിവായിരുന്നു. മൃതദേഹം മോർച്ചറിയിൽ ഒപ്പം താമസിച്ചിരുന്നവരെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. എല്ലാവരും തിരുവനന്തപുരം സ്വദേശികളാണ്. മാസങ്ങൾക്ക് മുൻപ് ഇവിടെ തൊഴിലാളികൾ തമ്മിലുള്ള വഴക്കിൽ മറ്റൊരാളും കൊല്ലപ്പെട്ടിരുന്നു. മദ്യപിച്ച ശേഷമുള്ള വാക്കുതർക്കമാണ് കൊലയിൽ കലാശിച്ചത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പാല. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം ഭക്തിസാന്ദ്രമായി പുരോഗമിക്കുന്നു. രാവിലെ നടന്ന ശ്രീബലി ചടങ്ങുകളിലും ഉത്സവബലി ദർശനത്തിലും നിരവധി പേർ പങ്കെടുത്തു. അഭീഷ്ടവരദായിനിയും ആശ്രിതവത്സലയുമായ പൊൻകുന്നം പുതിയകാവിലമ്മയുടെ തിരുവുത്സവം 3ാം ദിവസത്തിലെത്തി. രാവിലെ എതിർത്ത പൂജ, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം ശ്രീബലി ചടങ്ങുകൾ നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ഉത്സവബലിയും ദർശനവും ഉണ്ടായിരുന്നു. 100 കണക്കിന് ഭക്തർ ഉത്സവബലി തൊഴാൻ ക്ഷേത്രത്തിൽ എത്തി. നാളെയും മറ്റന്നാളും ഉത്സവബലിയും ദർശനവും നടക്കും. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ ഭക്തജന സംഗമവും 2000-ൽ പരം ഭക്തർ പങ്കെടുക്കുന്ന സ്തോത്ര നാമാവലി ജപവും നടക്കും. തിങ്കളാഴ്ചയാണ് കുംഭഭരണിയും തിരുവാറാട്ടും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. LDFന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ചെറുവള്ളിയിൽ നടന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ പണികൾ 8 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നും
ചെറുവള്ളി കുടിവെള്ള പദ്ധതിയുടെ പണികൾ ഉടൻ ആരംഭിക്കുമെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എൻ. ഗിരീഷ് കുമാർ അധ്യക്ഷനായി. വി. ജി. ലാൽ, ബി. സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഇത് തൊട്ടറിയുന്നവർ, ഇതിനെ അനുഭവിക്കുന്നവർ, ഇത് കാണുന്നവർ, അവർക്കിത് യാഥാർത്ഥ്യം അറിയാൻ പറ്റും. എത്ര പറഞ്ഞാലും എത്രമാത്രം നുണ പറയുമ്പോഴും യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഈ റോഡ് നിങ്ങൾക്കറിയാം, ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ റോഡിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇന്ന് കേരളത്തിലെ പ്രമുഖരുൾപ്പെടെ ആളുകൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട വീതിയായി ഇത് മാറിക്കഴിയും. 270 കോടി രൂപ ചെലവഴിച്ച് കുറുമന്നത്ത് നിന്നും പ്ലാച്ചേരിയിലേക്കുള്ള റോഡ് പൂർത്തീകരിച്ചത് നമ്മുടെ ഒരു കാലഘട്ടത്തിലാണ്, ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ. തൊട്ടപ്പുറത്ത് കഴിഞ്ഞപ്പോൾ മണ്ണനാനി മുതൽ ഇടത്തോട്ട് പോയാൽ കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള വഴിയിൽ കർഷക സൗഹൃദ ലിങ്ക് റോഡ് നമ്മൾ പേരിട്ടിരിക്കുന്ന റോഡ് 86 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചിറക്കടവ് പഞ്ചായത്തിൽ CDS അംഗങ്ങളെയും ADS ചെയർപേഴ്സണെയും തിരഞ്ഞെടുത്തു. ശ്രീലത സന്തോഷാണ് ADS ചെയർപേഴ്സൺ. കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗമായിരുന്നു ശ്രീലത. KPMS കാഞ്ഞിരപ്പള്ളി യൂണിയൻ വാർഷിക സമ്മേളനം ഫെബ്രുവരി 22 ഞായറാഴ്ച കാഞ്ഞിരപ്പള്ളി സർക്കിൾ സഹകരണ ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന യോഗം KPMS സംസ്ഥാന ഖജാൻജി അഡ്വക്കേറ്റ് A. സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ പുതിയ ഭരണസമിതിയെയും തെരഞ്ഞെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം E.K. തങ്കപ്പൻ, യൂണിയൻ സെക്രട്ടറി രജുമോൻ P.K., വൈസ് പ്രസിഡന്റ് സജിമോൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. KPMSന്റെ യൂണിയൻ വാർഷിക സമ്മേളനം 22-ാം തീയതി ഞായറാഴ്ച കുരിശിങ്കൽ ജംഗ്ഷൻ സർക്കിൾ സഹകരണ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നതാണ്. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം നടത്തുന്നത് കേരള പുലർമക സഭയുടെ സംസ്ഥാന ഖജാൻജി അഡ്വക്കേറ്റ് സനീഷ് കുമാറാണ്. തപസ്യ കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ചിത്രകാരന്മാരുടെ സംഗമം നടത്തുന്നു. സുവർണ ചൈത്രം 2026 എന്ന പേരിൽ ഞായറാഴ്ച കോട്ടയം CMS കോളേജിലാണ് സംഗമം. രാവിലെ 9 മണിക്ക് ആർട്ടിസ്റ്റ് സുജാതൻ ഉദ്ഘാടനം നിർവഹിക്കും. ക്യാമ്പ് അംഗങ്ങളുടെ ചിത്രരചനകൾക്ക് ശേഷം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന സമാപന സഭ പ്രശസ്ത സംവിധായകൻ ഹരിഹരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തപസ്യ കലാസാഹിത്യവേദി നമ്മൾക്ക് അറിയാം, ഭാരതത്തിൻ്റെ തനതായ സംസ്കാരത്തെയും ഭാരതത്തിൻ്റെ ദേശീയതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ്. ഇതിൻ്റെ അഖിലേന്ത്യാ രൂപം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാർ ഭാരതി എന്ന അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ കേരളത്തിലെ ഭാഗമാണ് തപസ്യ കലാസാഹിത്യവേദി. ഏതാണ്ട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സംസാര സ്വാതന്ത്ര്യവും എഴുത്തു സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട ആ ഒരു ഘട്ടകാലത്തിൻ്റെ ആ കരാളഹസ്തത്തിൽ നിന്നും വിമോചനം കിട്ടുവാൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് തപസ്യ കലാസാഹിത്യവേദി. ബജറ്റുകൾ ദരിദ്രപക്ഷം ചേരുന്നതാകണമെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. അരുവിത്തുറ സെന്റ് ജോർജസ് കോളേജിൽ നടന്ന ബജറ്റ് സംവാദ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബജറ്റുകൾ രാജ്യത്തെ ദരിദ്രനാരായണന്മാരുടെ കണ്ണീരൊപ്പുന്നതാകണമെന്നും മൂലധന താൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രവണത സാമൂഹ്യക്ഷേമത്തിന് ഗുണകരമാവില്ലെന്നും പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ സെൽഫ് ഫിനാൻസ് BCom വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബജറ്റ് സംവാദ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒട്ടേറെ പട്ടിണി പാവങ്ങൾ ദരിദ്രനാരായണന്മാരുള്ള ആളുകൾ ഐക്യരാഷ്ട്രസഭയുടെ ആഗോള പട്ടിണി സൂചിക പ്രകാരം നമ്മുടെ രാജ്യത്തിന്റെ സ്ഥാനം 102-ാമത്. അപ്പോൾ സമൂഹത്തിന്റെ ഒരു പകുതിയിലധികം ആളുകൾ പട്ടിണി പാവങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുമായ ഒരു സംസ്ഥാനത്ത് സബ്സിഡികളും ആനുകൂല്യങ്ങളും ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ഗുണപരമായ കാര്യങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് സംരംഭകത്തെയും പ്രൊഡക്ടിവിറ്റിയെയും കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നത്. അതൊരു ബാലൻസ്ഡ്, നമ്മൾ മുമ്പ് നെഹ്റുവിയൻ കാലത്തുള്ള മിക്സഡ് ഇക്കോണമിയുടെ സവിശേഷതകൾ പരമാവധി ലഘൂകരിച്ചുകൊണ്ട് പൂർണ്ണമായും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലേക്ക് പോകാൻ നമ്മുടെ രാജ്യം സജ്ജമായോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നു.
രാജ്യത്തിന്റെ പ്രതിശിക്ഷ വരുമാനം വർദ്ധിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും രാജ്യത്തെ പൗരന്മാരുടെ ആളോഹരി വരുമാനം കുത്തനെ ഇടിയുന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. ചടങ്ങിൽ കോളേജ് മാനേജർ ഫാദർ മാത്യു ചന്ദ്രകുന്നൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിബി ജോസഫ്, ബർസാർ ഫാദർ ബിജു കുന്നക്കാട്ട്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ, സെൽഫ് ഫിനാൻസ് കൊമേഴ്സ് വിഭാഗം മേധാവി അനീഷ് PC തുടങ്ങിയവർ പ്രസംഗിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ 2 കാറുകളിൽ ഇടിച്ചുകയറി അപകടം. പാലായ്ക്ക് സമീപം കാനാട്ടുപാറ പെട്രോൾ പമ്പിനടുത്തായിരുന്നു അപകടം നടന്നത്. തൊടുപുഴ ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ ഇടിച്ചുകയറുകയായിരുന്നു. ഈ കാർ മറ്റൊരു കാറിന്റെ പിറകിൽ പോയി ഇടിച്ചു. ചേർപ്പുങ്കൽ സ്വദേശിനി ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻഭാഗം തകർന്നു. 2 ചെറിയ കുട്ടികളെ പരിക്കുകളോടെ ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ ആദ്യ സപ്ലൈകോ സിഗ്നേച്ചർ മാർട്ട് തിരുനക്കരയിൽ തുറന്നു. സപ്ലൈകോ ഇടപെടൽ വിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തിയെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. കാഞ്ഞിരപ്പള്ളി കോടതി സമുച്ചയത്തിന്റെ 2ാം ഘട്ടം നാളെ സമർപ്പിക്കും. മുകൾ നിലകൾ, ലിഫ്റ്റ്, അഡീഷണൽ കോർട്ട് ഓഫീസ് റൂം ഇവ സജ്ജം. വിദ്യാർത്ഥികൾക്ക് 25-ന് കർമ്മ പദ്ധതികളുമായി ഏബിൾ കോട്ടയം പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. കോട്ടയം ജനറൽ ആശുപത്രിയിൽ ക്യാൻസർ വിഭാഗത്തിന് സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഓട്ടിസം കോംപ്ലക്സിനും തുക. പാലായിൽ വാക്കുതർക്കത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ കൊലപ്പെടുത്തി. ഷാജി കൊല്ലപ്പെട്ടത് ഒപ്പം പണിയെടുക്കുന്ന ശ്യാമിന്റെ ചവിട്ടേറ്റ്. പ്രതി പോലീസ് പിടിയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.